പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഈ ഒരു സമയത്ത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു വിശുദ്ധ കൂടി ലഭിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ചേച്ചീനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന കാലഘട്ടം തൊട്ടേ എനിക്ക് ചേച്ചീനെ അറിയാം. അതിനുശേഷം ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുഴിക്കാട്ടുശ്ശേരിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ചേച്ചിയുടെ ഡെലിവറിക്ക് 5ാമത്തെ സിസേറിയൻ ഞാനാണ് ചെയ്തത്. അത് മാത്രമല്ല, മറ്റ് കംപ്ലൈൻറ്റുകൾ, ബ്ലീഡിങ് റിലേറ്റഡ് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചേച്ചീനെ വിളിക്കുമായിരുന്നു, ഫോൺ ചെയ്യുമൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം ചേച്ചിയുടെ ബോധ്യങ്ങൾ എത്ര വ്യക്തമായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കും. അതിൽ 5ാമത്തെ 4 കുഞ്ഞുങ്ങൾ കഴിഞ്ഞ് യാദൃശ്ചികമായിട്ടുണ്ടായതൊന്നുമല്ല. 5ാമത്തെ കുഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച ആ ഒരു കുഞ്ഞ്, ആ ഗർഭകാലഘട്ടം, സിസേറിയൻ കഴിഞ്ഞുള്ള സമയം, അതിനുശേഷം വന്ന ഈ അസുഖം, ഈ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ചേച്ചിയുമായിട്ട് അടുപ്പുണ്ട്. അതിനുശേഷം ഈ അടുത്ത് ഷീന ഇവിടെ വന്നിട്ടുണ്ട്. ഷീനയുടെ സിസേറിയൻ്റെ സമയത്താണ് ഞാൻ ചേച്ചീനെ നേരിട്ട് അവസാനമായിട്ട് കണ്ടുമുട്ടുന്നത്. ഷീനയുടെ 6ാമത്തെ സിസേറിയൻ്റെ സമയത്ത് ചേച്ചി നേരിട്ടെത്തി ഈ ക്യാൻസറിൻ്റെ ഒക്കെ വേദനകളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഒരുപാട് പ്രസാദാത്മകമായി സന്തോഷത്തോടു കൂടി ജീവിതത്തെ നോക്കിക്കാണുകയും നമുക്ക് ഏറ്റവും അടുപ്പത്തോടു കൂടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനായിട്ട് പറ്റുന്ന ഒരു ചേച്ചിയാണ് ജോയ്സ് ചേച്ചി. പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ലിസ്റ്റിൽ ഒരാൾ ഞാനുമാണ് എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തമ്പുരാൻ്റെ അടുത്ത് ചേച്ചി നിന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കലോ എന്നുള്ള വലിയ സന്തോഷം എനിക്കുണ്ട്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോഴും എനിക്ക് അറിയാം നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൽ അത് തന്നെയാണുള്ളത്. ചേച്ചി മക്കളെ വളർത്തിയതുപോലെ നമുക്കും നമ്മുടെ മക്കളെയൊക്കെ വളർത്താൻ പറ്റട്ടെ എന്നുള്ളൊരാഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഇന്ന് ഞാനിങ്ങോട്ട് പോരുമ്പോഴും എൻ്റെ വൈഫ് എന്നോട് പറയായിരുന്നു, ചേച്ചി ഇത്ര കാലം കൊണ്ട് ആ മക്കൾക്ക് എത്ര നല്ലൊരു ഫോർമേഷനാണ് കൊടുത്തത്. നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ എടുത്താലും നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഫോർമേഷൻ കൊടുക്കാൻ പറ്റുമോ? ചേച്ചിയുടെ പ്രാർത്ഥനകൾ നമ്മളതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.